അമേരിക്കയുടെ കൈവശമുള്ള വിമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോർവിമാനമാണ് എഫ് വിഭാഗത്തിൽപ്പെടുന്നത്. ഇപ്പോൾ ഒരു F-35 വിമാനം തന്നെ തകർന്നു വീണിരിക്കുകയാണ്. ഈ എഫ് വിമാനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, സിസ്റ്റീൻ വീഴുന്നു, അതോടൊപ്പം അങ്ങനെ പല ശ്രേണികളായി ഇങ്ങനെ തകർന്നു വീണുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ആക്രമണത്തിൽ വീഴുന്നു, അല്ലാതെ തനിയെ തകർന്നു വീഴുന്നു. അമേരിക്കയുടെ ആയുധ കച്ചവടം കൂപ്പുകുത്തുകയാണോ? ഈ സൈന്യത്തിൻ്റെ ഈ എന്താ പറയുക, പ്രത്യാക്രമണത്തിൽ F-16 തകർന്നു വീണത് നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ പറക്കുന്നതിനിടെ യന്ത്രത്തകരാറ് വന്ന് അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ആദ്യം അത് ഈ കേരളക്കര, അതെ, കേരളത്തിൽ തിരുവനന്തപുരത്ത് വിമാനം ലാൻഡ് ചെയ്തു. ആദ്യം ഒരു കൂട്ടർ വന്നു, അവർക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല. പിന്നെ അവസാനം അമേരിക്കയുടെ തന്നെ 25 എഞ്ചിനീയർമാരാണ് വന്ന് അത് ശരിയാക്കി കൊണ്ടുപോയത്. അപ്പോൾ ഈ F-35 എന്ന് പറയുന്നത് ഈ ലൈറ്റ് കോമ്പാക്ട്, മറ്റേ സ്റ്റെൽത്ത് ബോംബർ എന്നൊക്കെ പറഞ്ഞ് വലിയ സാങ്കേതികമായിട്ട് വലിയ പേരൊക്കെ പറയുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ: റഡാറിൻ്റെ കണ്ണിൽ പെടാതെ അതിവേഗത്തിൽ പറന്നു ചെന്ന് ബോംബ് ചെയ്ത്, പ്രത്യേകിച്ചും ഈ ബങ്കറുകൾ ബോംബ് ചെയ്ത് തകർക്കാൻ കഴിയുന്ന ആ ബോംബുകൾ വഹിച്ചു കൊണ്ടുപോയി, ബങ്കറുകൾ തകർക്കാൻ പറ്റുന്ന ബോംബുകൾ വഹിച്ചു കൊണ്ടുപോയി ലക്ഷ്യസ്ഥാനത്ത് നിക്ഷേപിക്കാൻ കഴിയുന്ന, ഇടാൻ കഴിയുന്ന വിമാനങ്ങളാണ് ഈ F-35. 5ാം തലമുറ വിമാനമാണ്. എൻ്റെ സാങ്കേതികമായിട്ട് ഒരുപാട് ഇതിലേക്കൊക്കെ പോയാൽ നമുക്ക് ഇപ്പോഴൊന്നും സംസാരിച്ച് തീരില്ല. അതിൻ്റെ സവിശേഷതകൾ വലിയ രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പം അമേരിക്ക ഇടക്കാലത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതും അമേരിക്ക പറഞ്ഞ ഒരു കാര്യം, പാകിസ്ഥാന് 5ാം തലമുറ യുദ്ധവിമാനം കൊടുക്കാം. വെറുതെ ഒന്നും കൊടുക്കില്ലല്ലോ, കാശ് വാങ്ങിക്കൊണ്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് ലോണും അവർ തന്നെ കൊടുക്കും. അങ്ങനെ ആ ലോണ് കൊടുത്ത് അവരുടെ തന്നെ വിമാനം പാകിസ്ഥാനെ കൊണ്ട് വാങ്ങിപ്പിച്ച് പകരം പാകിസ്ഥാനെ അവരുടെ ചൊൽപ്പടിക്ക് നിർത്തി കാര്യങ്ങൾ ചെയ്യാം. പല കാര്യങ്ങളും ഏഷ്യയിൽ പല അട്ടിമറികളും നടത്താൻ പാകിസ്ഥാനെ ഉപയോഗിക്കാം. പണ്ടും അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ എക്കാലവും പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു സിൽബന്ദിയായിട്ട് നിന്ന് ഏഷ്യയിൽ അന്തഛിദ്രം ഉണ്ടാക്കുക, ചാരപ്രവർത്തനം നടത്തുക, അങ്ങനെ പ്രത്യേകിച്ചും ഈ മിഡിൽ ഈസ്റ്റുമായിട്ടും അതുപോലെ തന്നെ ഒരു വശത്ത് ഇന്ത്യയുമായിട്ടും ഒക്കെ അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അപ്പോൾ അങ്ങനെയുള്ള പാകിസ്ഥാനെ ചൊൽപ്പടിക്ക് നിർത്താൻ അമേരിക്ക എല്ലാ കാലവും പല തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ F-35 എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനം, ഇത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് തന്നെ നമ്മളൊരു കാര്യം കേട്ടത്, പഹൽഗാം അറ്റാക്കൊക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പേ നമ്മൾ കേട്ടത്, ഇന്ത്യക്ക് 5ാം തലമുറ വിമാനം നൽകാൻ തയ്യാറാണ്. ഇവർ ഇന്ത്യക്ക് വിമാനങ്ങൾ നൽകുന്നതിൽ, വിൽക്കുന്നതിൽ, വിമാനത്തിൻ്റെ യന്ത്രഭാഗങ്ങൾ കൈമാറുന്നതിലൊക്കെ അമേരിക്കയ്ക്ക് വലിയ തടസ്സങ്ങൾ പറയാറുണ്ട്. നമ്മൾ തന്നെ കഴിഞ്ഞ ഇതിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം നമ്മൾ വായുസേനയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്, തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എൻജിൻ മാത്രം അമേരിക്കയുടെ GE എന്ന് പറയുന്ന ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനി, ജനറൽ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയാണ് നിർമ്മിച്ചു തരുന്നത്. അത് 2009 മറ്റോ നമ്മൾ കരാർ ഒപ്പിട്ടിട്ട് ഇപ്പോഴാണ് ആ വിമാനത്തിൻ്റെ യന്ത്രം, ആ പർട്ടിക്കുലർ യന്ത്രം നമുക്ക് തേജസിൻ്റെ യന്ത്രഭാഗങ്ങൾ, എൻജിൻ തരുന്നത്. ഇതുവരെ അമേരിക്ക അത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു, തരാതരം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ബൈഡൻ സർക്കാർ വന്ന കാലത്ത് നമ്മൾ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടും ബൈഡൻ സർക്കാർ അതിന് അനുമതി കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ആ യന്ത്രങ്ങൾ, ആ എൻജിനുകൾ നിർമ്മിച്ച് കൈമാറ്റം ചെയ്തിരുന്നില്ല. ഇപ്പോൾ നമ്മൾ വലിയ സമ്മർദ്ദമൊക്കെ ചെലുത്തി അവസാനം ഇപ്പോൾ കുറേശ്ശെ അത് വന്നു തുടങ്ങി. ഇപ്പോൾ ഏതാനും എൻജിനുകൾ വന്നു. നമ്മൾ തേജസിൻ്റെ ആദ്യത്തെ 1-2 മോഡലുകൾ ഇപ്പോൾ പുറത്തിറക്കി. അതിൻ്റെ പരീക്ഷണ പറക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് അത് നിർമ്മിക്കുന്നത്. അപ്പോൾ അത് മോദിയുടെ ഒരു വലിയ വിജയമായിട്ട് തന്നെയാണ് കണ്ടത്. കാരണം ഇടക്കാലത്ത് നമ്മുടെ വ്യോമസേനയുടെ മേധാവി വളരെ സങ്കടത്തോടും എന്താ പറയുക, ഒരല്പം വിമർശനത്തോടും ഒക്കെ സംസാരിച്ചിരുന്നു ആ വിഷയം. അതായത് കിട്ടുന്നില്ല, വ്യോമസേനയുടെ കയ്യിലിരിക്കുന്ന ഈ മിഗ് വിമാനങ്ങളൊക്കെ കാലപ്പഴക്കം ചെന്നതാണ്, കാലഹരണപ്പെട്ട ടെക്നോളജിയൊക്കെയാണ്. അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ ഇന്ത്യക്ക് വേണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വില കൊടുത്തും
ആ ഒരു സാങ്കേതിക വിദ്യയിലേക്ക് നമുക്ക് പോകണം എന്ന് മോദി സർക്കാരിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് റഫേൽ വാങ്ങിച്ചത്. അതിനെക്കുറിച്ച് ഇനി എത്ര വലിയ അഴിമതി ആരോപണം ഉയർന്നാലും ശരി, സാരമില്ല, റഫേലുകൾ വാങ്ങിയിരിക്കും എന്നൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി മോദി സർക്കാർ മുന്നോട്ട് പോയത് അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ അമേരിക്കയുമായിട്ട് നമ്മൾ ഈ യാത്രാ വിമാനങ്ങളുണ്ടല്ലോ, ബോയിങ് വിമാനങ്ങൾ, അതിൻ്റെ ബോയിങ് കമ്പനിയുടെ നിന്ന് നമ്മൾ ടാറ്റയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ 10 ലക്ഷം കോടി രൂപയുടെ ഒരു ഓർഡറാണ് പ്ലേസ് ചെയ്തത്. വിമാനങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ്, യന്ത്രഭാഗങ്ങൾ ആവശ്യമുണ്ടെന്നും പറഞ്ഞൊക്കെ ഓർഡർ പ്ലേസ് ചെയ്തു. അത് അമേരിക്കയ്ക്കും 10 ലക്ഷം കോടിയല്ല, 6 ലക്ഷം കോടി രൂപയുടെ. അത് അമേരിക്കയ്ക്കും ബ്രിട്ടനും വലിയ ബൂമാണ് ഉണ്ടാക്കി കൊടുത്തത്. കാരണം അവരുടെ എക്കോണമിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു ഓർഡറായിരുന്നു അത്. അപ്പോൾ അങ്ങനെയെല്ലാം വന്നപ്പോൾ അമേരിക്ക നമുക്കൊരു ഈ എന്താ പറയുക, നായ്ക്ക് ഇങ്ങനെ എല്ലിൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് പോലെ നമ്മുടെ മുന്നിൽ ഒരു തള്ളി F-35 ഇന്ത്യക്ക് നൽകാം. അപ്പോൾ ഇന്ത്യ 5ാം തലമുറയിൽപ്പെട്ട സ്റ്റെൽത്ത് വിമാനങ്ങൾ വാങ്ങാൻ ആലോചിക്കുന്നുണ്ട് എന്നൊരു വിവരം പുറത്തു വന്നു. സാധാരണ ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഉന്നത സൈനിക മേധാവികളും ഒക്കെ ആയിട്ടും സർക്കാർ തലത്തിൽ ചർച്ച നടക്കുമല്ലോ പ്രതിരോധ വകുപ്പിൽ. ആ ചർച്ച നടക്കുമ്പോൾ തന്നെ ഇത് ലീക്ക് ചെയ്തു. അതൊക്കെ സ്വാഭാവികമാണ്. എല്ലാ രാഷ്ട്രങ്ങളും അത്തരത്തിലുള്ള ഈ വലിയ വലിയ കമ്പനികൾ ഓരോ രാഷ്ട്രങ്ങളുടെയും വലിയ പർച്ചേസുകളെ കുറിച്ച് കൃത്യമായിട്ട് അവർ ഇങ്ങനെ നോക്കിയിരിക്കും കണ്ണിൽ എണ്ണ ഒഴിച്ച്. അത് സമയമാകുമ്പം അവിടെ ചാടി വീഴും, അവർ ടെൻഡർ കോട്ട് ചെയ്യും, എങ്ങനെയെങ്കിലും ആ ഓർഡർ എടുക്കാൻ നോക്കും. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇന്ത്യ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ വാങ്ങുന്ന കാര്യത്തെക്കുറിച്ച് ഇന്ത്യയിൽ ഒരു ആലോചന നടക്കുന്നു എന്ന ഒരു ശ്രുതി പരന്നപ്പോൾ തന്നെ അമേരിക്ക അവിടെ നിന്ന് അടിച്ചു. ഞങ്ങൾ വേണമെങ്കിൽ F-35, അതായത് നമ്മളോടൊരു ദയ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളിത് തരാം കേട്ടോ എന്നും പറഞ്ഞ് F-35 വിമാനം ഇന്ത്യക്ക് നൽകാം ഒരു പകുതി മനസ്സോടുകൂടി അമേരിക്ക ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഇന്ത്യ മൈൻഡ് ചെയ്യുന്നില്ല, അതിന് ഒരു പ്രതികരണവും നടത്തില്ല. അപ്പം നമ്മളിവിടെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തു, എന്താ F-35 ഇന്ത്യയിലേക്ക് എന്നും പറഞ്ഞ് നമ്മളൊക്കെ ചർച്ച ചെയ്തു. നമ്മളും അതിനകത്ത് ആ വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും അതിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ടൊരു അക്ഷരം മിണ്ടിയില്ല. പ്രധാനമന്ത്രി മിണ്ടിയില്ല, നമ്മുടെ പ്രതിരോധ മന്ത്രി മിണ്ടിയില്ല, സൈനിക വക്താക്കളൊന്നും പറഞ്ഞില്ല, ഇവരാരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പ്രതിപക്ഷം ഇതിനിടയ്ക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, മറ്റേ അമേരിക്കയുടെ അങ്ങനെ ചെയ്യരുത്, അവർ ഇസ്രയേലുമായിട്ട് കൂട്ടുചേർന്ന് നിൽക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഉള്ള ചുമ്മാ എന്താ പറയുക ഉണ്ടയില്ല വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കും. ആ സമയത്താണ് നമ്മൾ ഈ റഷ്യയുടെ സുഖോയ് 5ാം തലമുറയിൽപ്പെട്ട സുഖോയ് വിമാനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് നമ്മൾ റഷ്യയുമായിട്ട് ചില പ്രാരംഭ ചർച്ചകൾ തുടങ്ങി വെച്ചു. അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമായി. കാരണം ഇത് അമേരിക്കയുടെ വിമാനത്തെക്കാൾ വില കുറച്ച് റഷ്യ വിമാനം തരാൻ, 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ തരാൻ തയ്യാറായാൽ അത് അമേരിക്കയ്ക്ക് വലിയ അടിയാണ്. മാത്രമല്ല റഷ്യ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യ അടക്കം കൊടുക്കും, അതിൻ്റെ സ്പെയർ പാർട്സ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ തക്കവണ്ണമുള്ള ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ഇതെല്ലാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടക്കച്ചവടമാണ്. കാരണം അമേരിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന F-35 പോയില്ല, പകരം റഷ്യയുടെ സുഖോയ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയ്ക്ക്, ഇന്ത്യ അത് വാങ്ങിയെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനൊക്കെ പണം അങ്ങോട്ട് കൊടുത്ത് പാകിസ്ഥാനെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നീട് എത്ര കാലം എടുക്കും ഈ പണം തിരിച്ചു കിട്ടാൻ? ഇന്ത്യയുടെ കാര്യത്തിൽ അതൊന്നും വേണ്ട. ഇന്ത്യ ഉള്ള രൊക്കം കാശ് കൊടുത്താണ് വാങ്ങുന്നത്. റഫേൽ വാങ്ങിച്ചത് എങ്ങനെ? ഇപ്പോൾ ഇതാ 26 വിമാനങ്ങൾക്ക് വീണ്ടും ഓർഡർ കൊടുത്തിരിക്കുകയാണ് നേവിക്ക് വേണ്ടി. അതിൽ 22 പോർ വിമാനങ്ങളും 4 പരിശീലന വിമാനങ്ങളുമാണ്. ഇതൊക്കെ ഇത്രയും വലിയ ഓർഡറുകൾ പ്ലേസ് ചെയ്യാൻ ഇന്ത്യക്കേ പറ്റുള്ളൂ, പാകിസ്ഥാനൊന്നും പറ്റില്ല. ഇന്ത്യ വാങ്ങുന്നതിൻ്റെ 4/1 പോലും പാകിസ്ഥാൻ വാങ്ങില്ല, അതിനുള്ള ശേഷിയില്ല അവർക്ക്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ചുമ്മാ ഇങ്ങനെ ഉടായ്പൊക്കെ കാണിച്ച് ഇന്ത്യയൊക്കെ ഒന്ന് ഭീഷണിപ്പെടുത്തി പാകിസ്ഥാനെ ഞങ്ങൾ കൊടുക്കും F-35 എന്ന് കേൾക്കുമ്പോൾ ഇവിടെ മോഡി പേടിച്ച് മൂത്രമൊഴിക്കുമെന്നാണ് ട്രംപ് വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബൈഡൻ വിചാരിക്കുന്നത്. അതൊന്നും നടക്കത്തില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ F-35ൻ്റെ ഗുണനിലവാരം ചോദ്യം ചെയ്യുന്ന പല സംഭവങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇറാനിൽ അടിക്കാൻ പോയ വിമാനത്തിൽ ഒരെണ്ണം കാണാനില്ലെന്നാണ് പറയുന്നത്, മടങ്ങിയെത്തിയില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. ആ വിമാനത്തിന് എന്ത് പറ്റി, അത് എവിടെയെങ്കിലും തകർന്ന് വീണോ, വീണെങ്കിൽ എവിടെ, അതിൻ്റെ അവശിഷ്ടങ്ങൾ എവിടെ, ഇതൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല.
അതുപോലെ തന്നെ പരീക്ഷണ പറക്കലിനോ മറ്റെന്തോ ആവശ്യത്തിന് വന്ന ഒരു വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ വെച്ച് യന്ത്രത്തകരാറ് വരികയും അത് നേരെ കൊണ്ടുവന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറക്കുകയും ചെയ്തു. എന്നിട്ട് അത് നന്നാക്കി കൊണ്ടുപോകാൻ പെട്ട പാട് തന്നെ നമ്മൾ കണ്ടു അല്ലേ. അവസാനം അമേരിക്കയിൽ നിന്ന് തന്നെ അതിൻ്റെ നിർമ്മാതാക്കളുടെ കമ്പനിയിൽ നിന്ന് തന്നെ ആൾക്കാർ വന്ന് ശരിയാക്കേണ്ടി വന്നു. അപ്പോൾ പൊതുവേ ഈ F-35 വില ആകെ ഇടിഞ്ഞു നിൽക്കുകയാണ്. അതിൽ കൂടെ ഇന്ത്യ സുഖോയ് കയറി വാങ്ങുകയാണെങ്കിൽ അതും വലിയ തിരിച്ചടിയാവും. അപ്പോൾ അങ്ങനെ ആകെ അമേരിക്ക ഇറുകി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് കൂനിന്മേൽ കുരു പോലെ ഒരു F-35 വിമാനം തകർന്നു വീണിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? അപ്പോൾ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഒരു പരാജയമാണ്, അമേരിക്കയുടെ വിമാനങ്ങൾ പരാജയമാണ് എന്ന് തുടരെ തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയുടേത് ഇതിനേക്കാൾ രസകരമാണ്. അത് ഇവിടെ അത്ര പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ചൈനയുടെ വിമാനം, ചൈന ഈ 5ാം തലമുറ വിമാനം ഉണ്ടാക്കി എന്ന് പറയുന്നത് തന്നെ ഒരു പുളുവാണ് എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല ഇൻ്റർനാഷണൽ മീഡിയ പലരും അത് സംബന്ധിച്ച് ഈ ചൈനയ്ക്ക് 5ാം തലമുറ യുദ്ധവിമാനങ്ങളുണ്ട് എന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണമൊന്നുമില്ല എന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ചൈന ചില കോണുകളിൽ അങ്ങനെ അവകാശപ്പെടുന്നു, ചിലയിടത്തും മിണ്ടാതിരിക്കുന്നു. പക്ഷേ ചൈനയുടെയും ഈ ജേട്ടൺ തുടങ്ങിയ വിമാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പാകിസ്ഥാനിൽ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് നമ്മൾ കണ്ടു. ഇന്ത്യൻ വ്യോമാതിർത്തി ഒന്ന് കടക്കാൻ പോലും പറ്റിയില്ല. അതിനു മുമ്പേ നിലം പരിശാക്കി വിട്ടത് നമ്മൾ ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തിൻ്റെ കരുത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ആലോചിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം സത്യമാണ്, അമേരിക്കയുടെ F-35 മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുകയാണ്.